ഇവക്ക് വേറെ വിഷയമുണ്ട്. ഇവളെ തൊട്ട് ഇടപഴകി കൂടുതൽ നേരം നിന്ന ആൾക്ക് ഇഷ്ടമില്ല. ചെങ്ങലിടാത്ത ആന എന്ന് പറയുമ്പോ എല്ലാരും വിചാരിച്ചത് ഒരു പാവായിട്ടാണെന്നാണ്. അതല്ല, ഇവള് കുറെ ആൾക്കാർ അടിച്ചിട്ടുണ്ട്. ഇവലൊക്കെ അടുത്തു കൂടി പോകുമ്പോ ചിലപ്പോ ആരിയിട്ടുണ്ട്. ഓടി വന്ന മൂപ്പര് എന്നെ കെട്ടിപ്പിടിച്ചതാണ്. ആനതുപോലെ പുല്ല് പറിച്ചാണ് വിട്ടുന്നിട്ട്. ആനന്റെ വിചാരം എന്താണ്, പിന്നെ എന്തോ ചെയ്യാച്ചിട്ട് ഓടി വന്നാണ്. ഈ പ്രാവശ്യം ഉത്സവത്തിന് ഇറങ്ങിയിട്ട് ഒരുപാട് ആനകൾ ഇടഞ്ഞു. ചൂട് രാവിലെ തണുപ്പും ഈ ഉച്ചക്ക് ചൂട് പോകുമ്പോ ഇവർക്ക് ഇത് വരും, കോള് വരും. കോളോ? കോള് പറഞ്ഞാൽ ഈ മതപ്പാടിന്റെ ഒരു ഇത് വരും, തരിപ്പ് എന്നൊക്കെ പറയും. അമ്പലങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം റെസ്റ്റാണ്. സ്വാഭാവികമായിട്ടും നമ്മക്ക് തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരു 2 ദിവസമൊക്കെ മുഷിഞ്ഞ് പരിപാടി എടുത്താൽ 3-ാമത്തെ ദിവസം നമ്മക്കന്നെ ദേഷ്യയിലേക്ക് തീർച്ചയായിട്ടും. നിങ്ങൾക്ക് ഒരു ദിവസം ഉറക്ക് പോയാൽ നിങ്ങളെ വെറുതെ ആരും വിളിച്ചപ്പോ കൊടുക്കില്ലൊന്നും. അതുപോലെ തന്നെയാണ് ഇവള് ബുദ്ധി. മറ്റുള്ള ആനാളെ മാറിയില്ല, ഭയങ്കര ഒറ്റ വട്ടം കണ്ടാൽ മതി ആൾ. ഇപ്പൊ നിങ്ങളായാലും ആരായാലും ഒറ്റ വട്ടം കണ്ടാൽ മതി ആൾക്കാര്. പിന്നെ മാത്രം എന്ത് കാര്യം നമ്മൾ ഒറ്റവട്ടം പറഞ്ഞു കൊടുത്താണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം എന്താണ്, ആവശ്യത്തിന് മാത്രം അടിച്ചാൽ ആ അടിക്കൊരു വേദന ഉണ്ടാവും. ആനക്ക് വേദന എന്ന് മാത്രമല്ല, ആനക്കൊരു സങ്കടം ഉണ്ടാവും, പിന്നെ തച്ചല്ലോ എന്നാവും. ഇവിടെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഒരു അടി കിട്ടി പിന്നെ ആനക്ക് വേദനയേക്കാൾ സങ്കടമാണ് ആനക്ക്. ഏത് നമ്മള് തച്ചു എന്നുള്ളൊരു ഇത്. അതെന്തുകൊണ്ടാണ്, ഞാൻ കാര്യത്തിന് തല്ലുള്ളൂ, അത്രയും ഡേഞ്ചർ സീൻ വരുമ്പോഴേ ഞാൻ തല്ലുള്ളൂ ആനക്കാരൻ, മനസ്സിലായില്ലേ. പിന്നെ വേറെ നമ്മുടെ കാവേരിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, കേരളത്തിൽ ഒരു പണിക്കും പോകാത്ത ആന കാവേരി ഉണ്ടാവില്ല. എനിക്ക് എന്തായാലും ഉറപ്പാണ്. ശരിയാ. അതായത് മറ്റുള്ള ആനകള് അവരെ പോറ്റലും ബാക്കി കുടുംബം പോറ്റലും ആന പോറ്റണം. ഇത് നേരെ തിരിച്ചാണ്, ഞാൻ പോറ്റണം ഓളെ. ചെക്കപ്പ് ചെയ്യോ? 6 മാസം കൂടുമ്പോ ചെക്കപ്പ് ചെയ്യും. ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയി തൊഴുത് വരും. എല്ലാ മാസവും പോവോ തൊഴാനായിട്ട്? നമ്മള് സുഹൃത്തുണ്ട് സനീഷ്, ഓൻ വരുമ്പോ ഏതെങ്കിലും അമ്പലത്തില് പോവല്ലേ ചോദിച്ചു പോകും. രാവിലെ കേൾക്കും കുളിപ്പിക്കും പോകും. ശരിക്കും നീ എങ്ങനെയാ ഈ കാവേരിക്കുള്ള ചെലവ് കണ്ടെത്തണേ? നമ്മളെന്താ വെച്ചാല് നമ്മളെ ബിസിനസ് തന്നെയാണ്. ഇന്റെ അടുത്ത് കോടിക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടായിട്ടല്ല, ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ച് മെല്ലെ 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 വാങ്ങിയിട്ടാണ്. ഒരു ദിവസം എത്ര ബഡ്ജറ്റ് വരും ഫുഡിന് മാത്രമായിട്ട്? 3500-4000 അടുത്ത്. ചോറ് ആവില്, പിന്നെ ഞങ്ങള് ധാന്യങ്ങളൊക്കെ പൊടിച്ചിട്ട് ചോറിൽ കൊടുക്കും. പിന്നെ മീനെണ്ണ, പിന്നെ പട്ട, അവില്, പട്ട, പുല്ല്, പ്ലാവിൻ്റെ ഇല, അങ്ങനെ നമ്മൾ കൊടുക്കില്ല. നമ്മളൊരു ഫുഡ് മാത്രമല്ല. ശരിക്കും നീ എത്ര രൂപയ്ക്കാ കാവേരിനെ മേടിച്ചത്? അത് വില ഞാൻ പറയണില്ല, എന്നാലൊരു തെറ്റില്ലാത്തൊരു മോഡൽ ബെൻസുകാരന്റെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞ ഇങ്ങനെയുള്ള ഇത് ചെയ്യുമ്പോഴേ പള്ളിയിൽ നിന്നൊക്കെ എതിർപ്പ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ അമ്പലത്തിൽ പോകണ്ടു അങ്ങനത്തെ ഒരു വിഷയം ഇതുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗുരുവായൂര്, ചോറ്റാനിക്കര, വടക്കുനാഥൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ് വടക്കുനാഥൻ. വടക്കുനാഥനിൽ എന്ത് പരിപാടിയിട്ടാണ് ഞാൻ എടുക്കും, എപ്പോഴും എടുക്കും ഞാൻ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. ആ ചെളി മൊത്തം മേത്തോടെ തേച്ച് എങ്ങനെ കേൾക്കിക്കണം. ഈ മന്ത്ലി ഉള്ള ഇത് ചെയ്യോ? മന്ത്ലി ചെക്കപ്പ് ചെയ്യോ? 6 മാസം കൂടുമ്പോ ചെക്കപ്പ് ചെയ്യും. അന്നേരം ഫുൾ ബോഡി ചെക്കപ്പ്, ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യോ?
അത് ബ്ലഡ് മൂത്രം ആ ഫുഡ് ഒക്കെ വൃത്തി. ഓ ഇവിടെ എന്നും ഇത്രയും പേര് കൂടിയാണോ നിങ്ങൾ 4 പേരും കൂടിയാണോ രണ്ടാള് കമ്മിയാ. അപ്പൊ എത്ര പേരിന് കുളിപ്പിക്കാനായിട്ട് അതെ എന്തോ 30 മനസ്സിലാവാത്ത കേടൊന്നുമില്ല. അപ്പൊ ഈ പറഞ്ഞ പൊട്ടം കളിച്ചാണ്. അങ്ങനെ പറഞ്ഞ പുള്ളിക്കാരത്തിക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടോ ഏത് ഇങ്ങനെ പൊട്ടം കളിക്കാന്നൊക്കെ പറഞ്ഞാ ഒക്കെ മനസ്സിലാവും. ആ വേണ്ട ചെവി ഓർക്കാണ് നമ്മൾ പറയുന്നത്. ആൾക്ക് എല്ലാം തിരി ആ ഇപ്പൊ ശ്രദ്ധിക്കണം. കാരണം 2 ചെക്കന്മാരെ പറ്റില്ല. ആ അപ്പൊ നമ്മള് ശ്രദ്ധ മാറി ചിലപ്പോ പോലെ കത്തൊക്കെ ചെയ്യും. അതെ ഈ ബാക്കിയുള്ള ആനകൾ അങ്ങനെ കുളിപ്പിക്കാറുണ്ടോ? ആ ഈ പരിപാടിക്ക് പോകുന്ന ആനകൾ സ്ഥിരം കഴിക്കില്ല. ആ അതായത് എന്നും കഴിക്കൂല. ആ ആ വാൽമലൊക്കെ നോക്കട്ടാ. ഇതിങ്ങനെ നോക്കണ പോലെ തന്നെ തിന്നുമല്ലോ. എന്തൊക്കെയോ പറയാൻ ശ്രമിക്കണ്ടാ. അതുപോലെ നോക്കണം. കാവേരി ഫാൻസ് ആണോ നിങ്ങള്? എപ്പോഴും വരാറുണ്ടോ കാവേരി വരുമ്പോ? ഫസ്റ്റ് ടൈം ആണ്. നേരത്തെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. എവിടെ വീട് എവിടെയാ? ആ ഇങ്ങോട്ട് വന്നു. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇടുന്ന് കറങ്ങണേ? കാവേരിന് ഏതാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ടോ? ആ എന്തൊരു ഇഷ്ടമുണ്ട് കാവേരിനെ? നല്ല ഇഷ്ടമുണ്ട്. അന്നേരം തൊട്ട് കാണണമെന്നുണ്ടോ? അന്നേരം തൊട്ട് കാണണമെന്നുണ്ടോ? ആ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കിയിട്ടുണ്ടോ? ഇന്നെടുക്കോ? എടുക്കും. ചോദിച്ചോ ഫോട്ടോ എടുക്കട്ടെന്ന് ചോദിച്ചോ? ചോദിച്ചില്ല. ആരോ ഷിമിനോട് ചോദിച്ചു. കാവേരിയുടെ അടുത്തേക്ക് പോവാൻ നോക്കിയോ? പേടിയുണ്ടോ കാവേരിയുടെ അടുത്തേക്ക് പോകാനായിട്ട്? പേടിയുണ്ടോ? അത് നീരാട്ടി കഴിഞ്ഞു. നമ്മൾ നേരം വെച്ചു. ഒന്നൊന്നും അർമാദിക്കാൻ പറ്റിയില്ല അല്ലേ? പിന്നെ ആളെ വിഷയം എന്താ വെച്ചാലേ ചെറിയ കാരണങ്ങൾ മതി പിണങ്ങാനും തെറ്റനുഭവങ്ങൾ കണ്ടില്ലേ. ഇന്നിപ്പോ അത് ആണ് മൈൻഡിലൊക്കെ. ഓ അത് ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര തെറ്റാണത്. ഒരു പുറമക്കാര് അറിയോ പാപ്പാണെന്നാളാ മാറി വാന കുട്ടിയെ ഇവിടാ. പിന്നെ ആള് ഞാൻ പറഞ്ഞില്ല, ആള് രസം എന്താ വെച്ചാല് ഈ വർത്താനേ പറ്റുള്ളൂ. വടി എടുത്താണ്ട് മേലെടുത്താക്കാനൊന്നും പറ്റില്ല. ഇല്ല. ഇവിടെ മാറി വേണ്ടി മാറി വരാൻ. എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ? എന്തിനടിച്ചു? ആള് ഈ പറഞ്ഞ പോലെ ചിലപ്പോ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴേ അപ്പോഴൊക്കെ നമ്മള് കൊടുത്താൽ അതിനൊന്നും കുഴപ്പമില്ല. 1-2 കൊടുക്കാം. അതല്ലാതെ ഇപ്പൊ നമ്മള് ഷോവർക്ക് അടിയൊന്നും നടക്കില്ല. അതായത് നോക്കി നമ്മളുണ്ടല്ലോ വെറുതെ ആളടിയും ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് 2 കൊടുക്കുക. ആ പരിപാടിയൊന്നും പറ്റില്ല. അത് കൊടുത്താൽ അങ്ങനെ ചോദിക്കും ആരടാന്ന് ചോദിക്കും. ഇനി പറഞ്ഞ മാതിരി ആളൊക്കെ നല്ല നല്ല പാപ്പന്മാര് നിന്ന് നല്ല നല്ല ഇടിയും അടിയൊക്കെ കൊണ്ട് ശീലിച്ച ആളാ. അതുകൊണ്ട് നമ്മളടിയൊന്നും ആൾക്ക് ഏൽക്കൂല. അത് മാത്രമല്ല ഏറ്റവും കാര്യമില്ല, വേറെ ആള് പിന്നെ കൈവിടും. അപ്പൊ ഈ നാശനഷ്ടത്തിന്റെ കേസ് പറഞ്ഞല്ലോ, എന്ത് നാശനഷ്ടം ഈ അടുത്തിടെ ഉണ്ടാക്കിയത്? ഒരു പ്രാവശ്യം ഓള് ഒരു കൈവിട്ടിട്ട് മറ്റേ ഒരു 4-5 ഗേറ്റ് നമ്മളെ ലോറിന്റെ ക്യാബിന് പിന്നെ അതുപോലെ കുറെ നഷ്ടങ്ങളുണ്ടാക്കി. അവിടെ
അതിന് ദേഷ്യം വന്നിട്ടാണ് പുള്ളിക്കത്തിക്ക്? അതെന്താ വെച്ചാല് ആ ബാംഗ്ലൂരിന് ടീം വന്നു. ആ അങ്ങനെ ബാംഗ്ലൂരിന് ടീം വന്നാണ്ട് ഒരു ഷൂട്ട് കഴിഞ്ഞാണ്ട് ആ നമ്മളെ കട വരെ പോയി. ആ. അപ്പൊ കട വരെ പോയ സാധാരണ പൈനാപ്പിളാണല്ലോ പതിവ് അവിടെ ഞാൻ. ആ അപ്പൊ അത് കൊടുത്തും ചെയ്തില്ല. ആ പിന്നെ അതൊക്കെ ഒരു ഇവലാണെങ്കിൽ ഇവക്ക് വേറെ വിഷയമുണ്ട്. ഇവളെ തൊട്ട് ഇടപാക്കി കൂടുതൽ നേരം നിന്ന ആൾക്ക് ഇഷ്ടമല്ല. ആ അപ്പോൾ ഇങ്ങനെ കൂടുതൽ നിന്നപ്പോൾ ആളിങ്ങനെ മുഷിപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വല്ലാതെ മുഷിപ്പ് കാണിച്ചപ്പോൾ ഞാൻ ഒന്ന് കൊടുത്തു. ഞാൻ ഒന്ന് കൊടുത്താണ് ഞാൻ നേരെ തരി കയറ്റി കാട്ടി സാറാണ്ട് ഞാൻ ഒന്ന് ഏൽപ്പിച്ചാണ് ഞാൻ പോയി. ആ അതിൽ ആ പൂക്കിലെ ആള് തരി കയറി നേരെ പോയി ബാക്ക് വിളിച്ചു. ആ പിന്നെ കുറച്ചു നേരം കളിച്ചു, ഒരു 20 മിനിറ്റോളം കളിച്ചു ആണ്. അപ്പൊ തന്നെ എന്നെ വിളിച്ചു. പിന്നെ ആള് കാരണം എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് എന്നെ ഫേസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. പിന്നെ പരിഭവമായി, പ്രശ്നമായി അവിടെ. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് നേരത്തിന് കുറച്ച് കയ്യേ അങ്ങനെ മറ്റേ കുറച്ച് വിട്ട പിന്നെ പിടിച്ചാൽ മതി, വിടാൻ സമ്മതിക്കരുത് നമ്മൾ. ഞാൻ പറഞ്ഞൊരു വട്ടം കയ്യെവിടാ എൻ്റെ. അപ്പോ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ല. പിന്നെ ഇവിടെ കയ്യേ ഇവിടെ കയറി ഇവിടെ കുടിക്കും ഇവിടെ ഇവിടെ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ ബുദ്ധി മറ്റുള്ള ആനാളന്മാരില്ല, ഭയങ്കര ഒറ്റ വട്ടം കണ്ടാൽ മതി ആൾ. ഇപ്പം നിങ്ങളായാലും ആരായാലും ഒറ്റ വട്ടം കണ്ടാൽ മതി ആൾക്കാർ. പിന്നെ മാത്രമല്ല എന്ത് കാര്യം നമ്മൾ ഒറ്റ വട്ടം പറഞ്ഞു കൊടുത്താൽ മതി, ഇന്നത് ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ വീട്ടിൽ കണ്ടില്ല ചെക്കനൊപ്പം കളിക്കും, ചെക്കന് സൈക്കിൾ എടുത്തേക്കും. അതൊന്നും ഇപ്പോൾ നമ്മളിങ്ങനെ പഠിപ്പിച്ചതൊന്നുമല്ലല്ലോ. ഐ ഐ അപ്പോൾ അതൊക്കെ ഒരു പ്രാവശ്യം കാട്ടി കൊടുത്താൽ പിന്നെ ഓക്കെ. ഇവിടെ കൂടിന്നേ ഇവിടെ എന്താ കൂടുതലായിട്ട് ഈ ഉത്സവത്തിനൊന്നും വിടാത്തത്? ഒന്ന് ഞാൻ തന്നെ പോണ്ടേ. അതായത് ഇവള് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇല്ലെങ്കിൽ പ്രശ്നമാണ്, വേറെ ആരും പോകുന്നില്ല. അപ്പം എനിക്കൊഴിവില്ല. പിന്നെ ഒന്നാമത് ഞാൻ ചൂട് കൊണ്ടാണ് സത്യം പറഞ്ഞില്ല. ഞാൻ ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ഒരു വിഷയം കൊണ്ടാണ്. കാരണം ഞമ്മക്ക് തന്നെ താങ്ങണില്ല. നമ്മളെക്കാൾ എത്ര എറ്റി ചൂടുള്ള ആൾക്കാരാണ് ആനകൾ. പിന്നെ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി. പിന്നെ നമ്മളെന്താ പറയുക, പിന്നെ വേറെ സംബന്ധിച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ട് ഇവള് അധ്വാനിച്ചു കൊടുത്തിട്ടല്ലല്ലോ ഇവളും ഞാനും കഴിച്ചിട്ടുണ്ട്. നമ്മൾ അധ്വാനിച്ചിട്ടാണ് ഓള് കഴിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നമ്മളൊരു പരിപാടി, പിന്നെ ഞാനെന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പരിപാടി എടുക്കാൻ കാരണം ഞാനിതിനായിട്ട് ഇറങ്ങി. എല്ലാവരും പറഞ്ഞു, കുറേ ആൾക്കാർ പറഞ്ഞു പരിപാടി എടുക്കില്ല, അപ്പം പോവാ, മറ്റേ എന്നെ കൊണ്ട് പരിപാടി എടുക്കാൻ കഴിയൂല, ആന മുഷിഞ്ഞ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു പരിപാടി എടുത്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ സീസണിൽ ഞങ്ങൾ പരിപാടി എടുത്തത്. ഈ സീസണിൽ ഒറ്റ പരിപാടി ഇതുവരെ എടുത്തിട്ടില്ല. ഇല്ല, ഒരു പരിപാടി എടുത്തിട്ടില്ല. അന്ന് എന്തെങ്കിലും ഇതെടുത്തായിരുന്നോ, വല്ല കച്ചരം കാണിച്ചായിരുന്നോ? അല്ല, കച്ചറ കാണിച്ചു പറഞ്ഞാൽ അന്ന് മുഷിഞ്ഞ പരിപാടികൾ എടുക്കുമ്പോഴാണ് പ്രശ്നം വരാന്ന് പോലും പറഞ്ഞത്. മുഷിഞ്ഞ പരിപാടി ഞാൻ ഒറ്റാനിക്കർ അതേമാതിരി കൊപ്പം നേർച്ച ഒക്കെ എടുത്തു. അട്ടാമി നേർച്ചയ്ക്ക് എന്ത് ചെയ്തു, പ്രശ്നം ഉണ്ടാക്കി. അട്ടാമി നേർച്ചയ്ക്ക് പ്രശ്നം ഉണ്ടാക്കാൻ കാരണം വെച്ചാൽ അവിടുത്തെ ഒരു ടീം വാലിന് കയറി പിടിച്ചു. അതിൽ ആ ആൾക്കാരോട് ഒരു മുഷിപ്പ് ആനെ പ്രശ്നം ഉണ്ടാക്കി കൂടെ ഉള്ളവരൊക്കെ ഓടിച്ചു. പക്ഷേ ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ പോകുന്നു ചെയ്തു. വേറെ പ്രശ്നം ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാലേ ഈ പ്രാവശ്യം ഉത്സവത്തിന് ഇറങ്ങിയിട്ട് ഒരുപാട് ആനകൾ എടഞ്ഞു. അതൊന്നാമത്തെ സംഭവം വെച്ചാൽ ഈ ക്ലൈമറ്റിന്റെ വിഷയമാണ്. ക്ലൈമറ്റിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ടൈം ആകുമ്പോൾ ഇവർക്ക് ഈ ചൂട് രാവിലെ തണുപ്പും ഈ ഉച്ചക്ക് ചൂടും ആകുമ്പോൾ ഇവർക്ക് ഇത് വരും, കോള് വരും. എത്ര വട്ടം പറഞ്ഞാണ് കുട്ടിനോട് കോളോ? കോള് പറഞ്ഞാൽ ഈ മതപ്പാടിന്റെ ഒരു ഇത് വരും, തരിപ്പ് എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇവര് നമ്മൾ വിചാരിച്ചെടുത്തൊന്നും കിട്ടൂല. പല പല പ്രശ്നങ്ങൾ കയ്യിരിപ്പൊക്കെ കൂടുക ടൈം. അല്ല, അന്നേരം ക്ലൈമറ്റിന്റെ വിഷയമാണ്, അല്ലാതെ വേറെ ഒന്നും അല്ല. ഇല്ല. അപ്പൊ ഈ പാപ്പാമാർക്ക് മനസ്സിലാവില്ല അത്. അല്ല, അത് വേറെ സംബന്ധിച്ചാൽ ഈ കോൾ ടൈം എന്ന് പറഞ്ഞാല് ചിലപ്പോ ഒന്നാമനോട് കുഴപ്പമുണ്ടാവില്ല, രണ്ടാമനെ അടുപ്പിക്കൂല, അങ്ങനത്തെ മനസ്സിലാവായി. അല്ല, പരിപാടി എടുക്കല, അതായത് ആളുകളൊക്കെ പരിപാടി എടുക്കൽ നിർബന്ധമാണ്. കയ്യേ അപ്പൊ പരിപാടി എടുക്കൽ നിർബന്ധമാണല്ലോ. അപ്പൊ പിന്നെ ഇതെന്താ പറയാ, ഇതൊക്കെ ഒരു വിശ്വാസമല്ലേ. എന്റെ ആന ഞാൻ വിചാരിച്ചെടുത്ത് നിൽക്കുന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പേരിലാണല്ലോ. പിന്നെ ഒന്നാമത് ഈ ഇങ്ങനെ ഒരു ഓരോ ടൈമിലും ഈ ക്ലൈമറ്റ് മാറി മാറി വരല്ലേ. അപ്പോ മറ്റേ നമ്മൾ വിചാരിച്ച മാതിരി ആവില്ല. ഇപ്പോൾ ഈ മാസം കോളാവേണ്ട ആനകൾക്ക് കഴിഞ്ഞ മാസം മാർച്ചിലായ ആനകൾക്ക് ചിലപ്പോൾ അതിന് മുമ്പാവും ഈ മാസം. ക്ലൈമറ്റ് അതിനനുസരിച്ച് മാറല്ലേ. അല്ലാതെ ഇത് ഈ പറഞ്ഞ വേറെ ആനകളെ മാർപ്പിച്ചിട്ടും കുത്തിവെച്ചിട്ടൊന്നും അല്ല. അത് കോളാവുന്നതുകൊണ്ടാണ്. മതപ്പാടിന്റെ ഒരു ഇതാണ് അത്. പക്ഷെ ഈ പ്രാവശ്യം ആനകൾക്ക് എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. ഒരുപോലെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അതാണ് സംഭവം. ക്ലൈമറ്റിന്റെ വിഷയമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാറില്ലേ ഉത്സവത്തിനൊക്കെ ആനേനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചൂട് നോക്കണം, അല്ലെങ്കിൽ അതിനൊരു ആശ്വാസം വേണമെന്ന് പറയാം. അത് ഞാൻ പറഞ്ഞില്ല, അതായത് നമ്മളെ ചൂട് ഇപ്പൊ നിങ്ങൾക്ക് അറിയില്ലേ, നമ്മളെ ഡബിൾ ചൂടാണ് നമുക്ക്. നമ്മൾ വേർക്കും, വേർക്കൂല.
അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാൽ തന്നെ മതിയല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ എല്ലാവരും പറഞ്ഞ വേറെ സംഭവമാണ്, ആന എന്ത് മെരുങ്ങത്തേ ഉള്ളൂ അണങ്ങത്തില്ല. സത്യമാണ്. അത് ഒരിക്കലും അല്ല. അങ്ങനെയാണ് എൻ്റെ 4 വയസ്സായ മോനും മെരുക്കിയിട്ട് അതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട്. നിങ്ങൾ വേറെ ഒരു കുട്ടീനെ ഇതിൻ്റെ അടുത്ത് കൊണ്ട് നോക്കി ആന നിൽക്കാനില്ല. പിന്നെ ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഉമ്മ കൊടുത്തു, അതിപ്പോൾ എന്ത് ആന ഞാൻ കൊടുക്കുമ്പോൾ എന്താ പ്രശ്നം? ഞാൻ തച്ചിട്ടും കുത്തിയില്ല. ഞാൻ ആ വടി എടുത്ത് വാങ്ങല അഭ്യാസം അല്ലാതെ ഞാൻ നേരത്തെ എടുത്താക്കി ഇതുവരെ. ഇപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുണ്ടാവും ആളൊരു അടി വാങ്ങിയിട്ട്. അല്ലെങ്കിൽ എല്ലാ മാസം മേടിക്കുമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഒപ്പിക്കുമ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ആള് അങ്ങനെ അഭ്യാസം എടുക്കലില്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, അതൊന്നും നമ്മൾ തച്ചിട്ടും കുത്തിയിട്ടൊന്നുമല്ല. അത് ഞാൻ പറഞ്ഞ 5 വയസ്സായ കുട്ടികളെ ബുദ്ധി ആനക്കുണ്ട്, അത് ആന കാണിക്കും. അപ്പം എന്താ വെച്ചാൽ അത് 5 വയസ്സായ കുട്ടികൾ പറഞ്ഞാൽ ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഭയങ്കര വാശി കാണും, ചില കുട്ടികൾക്ക് ഭയങ്കര ദേഷ്യം കാണും, ചില കുട്ടികൾക്ക് ഭയങ്കര സങ്കടം. അതുപോലെ തന്നെ ആനയുള്ളൂ. ഇവിടെ കാര്യത്തിൽ എന്താ വെച്ചാൽ കുറച്ച് വാശിയും ദേഷ്യം കൂടുതലാണ്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതെ, അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട രീതി. അപ്പോൾ ഈ ആന ഈ പറഞ്ഞ മാതിരി പ്രശ്നം ഉണ്ടാക്കാൻ നേരത്ത് അല്ലെങ്കിൽ ആനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കൊടുത്തു, അപ്പോൾ ആന ഇപ്പോൾ വെറുതെ ഒരു വാശി കാണിച്ചു, ആ സ്ഥാനത്ത് ഞാൻ കയറി കണ്ടോ കൊടുക്കല്ല വേണ്ടിയത്. നമ്മളിങ്ങനെ അറിയാത്ത ന്യൂട്രൽ കളി കളിച്ചിട്ട് ഇറക്കി വിട്ടു, കഴിഞ്ഞു. ആ സ്ഥാനത്ത് നമ്മൾ അടിച്ചാൽ നിന്ന് അപ്പൊ പിന്നെ എന്നോടും നിങ്ങളോടും വാശി ചെയ്യും. പിന്നെ മൊത്തത്തിൽ സീൻ മാറും. നമ്മളെടുത്ത് കൊമ്പനാനന്റെ ആദ്യം അതിന്റെ ഒരു തീ കളി അല്ല, അത് വേറൊരു രീതിയാണ്. അത് ഒന്ന് ബിആറാണ്. അത് ഇവിടെ നാടൻ ആനന്റെ അത്ര ബുദ്ധി അവർക്ക് ഉണ്ടാവില്ല. പിന്നെ അതിനിപ്പോ നമ്മൾ എത്ര സീറ്റിംഗ് കാരണമാലും വെള്ളത്തിൽ നോക്കുമ്പോൾ തീമാരി കളിച്ചാൽ നമ്മൾ കാലിലോട്ട് കൊടുക്കും. അതായത് ആന ചിലപ്പോൾ കുത്തി മാറുമ്പോഴൊക്കെ നമ്മളെ ചിലപ്പോൾ ശ്രദ്ധിച്ചോളന്നില്ല. ആന കളിക്കണ്ടേ കാരണം ഇവളങ്ങനല്ല, ഇവള് നമ്മൾ നോക്കിയിട്ടേ കിടക്കും ഇരിക്കൊക്കെ ചെയ്യുള്ളൂ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് ആള് കിടക്കുള്ളൂ. നമ്മളെ അടി കുടുങ്ങോ എന്നൊക്കെ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. മറ്റേ കൊമ്പൻ അങ്ങനെ ചിലപ്പോ കിടന്ന് കുത്തി മറിഞ്ഞ് ചിലപ്പോ പറഞ്ഞ ചട്ടക്കാർ വിളിച്ചാൽ പോരൂല. ഇവിടെ തന്നെ ഒരു പ്രാവശ്യം നടു പോയിരുന്നു, എന്നിട്ട് കല്ല് വാരിക്കാണ്ട് പെരുന്തോല വരിക ഇങ്ങോട്ട് എറിഞ്ഞു കൊമ്പൻ. അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കും. പുള്ളി പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പുള്ളി എന്നോട് എല്ലാവരും പറയുന്ന മുമ്പൊന്നും ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയാൽ പോരൂല എന്നൊക്കെ പറഞ്ഞു. അത് പ്രശ്നമൊന്നുമില്ല, നമ്മള് വിളിച്ചാൽ കയറി പോരും, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആള് ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യും, ഒരു മണിക്കൂറാണ് വീട്ടിൽ കളിക്കാൻ, ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഗണേഷ് കുമാർ മന്ത്രി അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഈ പാപ്പാമാര് പോയി പറിച്ചോ, ഈ പാപ്പാമാര് ഈ കള്ള് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആനേനെ മര്യാദയ്ക്ക് നോക്കൂല. അല്ല, അത് ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞത്, അതായത് നമ്മൾ ഇവലെ കൈകാര്യം ചെയ്യേണ്ട എങ്ങനെയാ, ഇവലെ ഓരോ രീതി, അതുപോലെ ആനന്റെ ഓരോരോ കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. അതായത് ഇപ്പൊ ആന ഇന്നത് ചെയ്താൽ ഇന്നത് വരും, അല്ലെങ്കിൽ ആന ഓടാൻ നിൽക്കുകയാണെങ്കിൽ ഇന്നത് ചെയ്താൽ അത് ഈ വെള്ളടിച്ച് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മളൊരു ലഹരിയിൽ നിൽക്കുമ്പോൾ എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓടുമോ? ആനപ്പണി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ബക്കാണ്. ആന ഇന്നത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചങ്ങല കൂട്ടണം. അതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഈ വെള്ളമടിച്ച്, പിന്നെ അത് മാത്രമല്ല ഈ വെള്ളമടിച്ച് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുകയാണ് ആന ഞാൻ പറഞ്ഞത് ചെയ്യണില്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് 2 ഇടി വെച്ച് കൊടുക്കും. ഏത്, അതായത് ബോധത്തിലല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നും, നമ്മൾ ബോധം ഇല്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും, ഏത് ആന ഞാൻ പറഞ്ഞ മാതിരി ചെയ്യണില്ല എന്നൊക്കെ തോന്നുമ്പോൾ അപ്പോൾ നാലെണ്ണം കൊടുക്കും. ആ കൊടുക്കുമ്പോഴത്തേനും ആനയ്ക്ക് വാശിയാവും. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം എന്താണ്, ആവശ്യത്തിന് മാത്രം അടിച്ചാൽ ആ അടിക്കൊരു വേദന ഉണ്ടാവും ആനക്ക്. വേദന എന്ന് മാത്രമല്ല, ആനക്കൊരു സങ്കടം ഉണ്ടാവും, പിന്നെ തച്ചല്ലോ എന്നുള്ള ആ സ്ഥാനത്ത്. എപ്പോഴും ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു പരിപാടി പിന്നെ കൂടുതൽ ആന ഉണ്ടായിരുന്നു. ആ പരിപാടി തുടങ്ങി കയ്യോളം ഈ ആന അടി കൊള്ളുക. പക്ഷെ ഈ ആനക്ക് അടി കൊണ്ടതിന്റെ ഒരു കൂസലില്ല. ആന എന്തെങ്കിലും ചെയ്തതിനാണ് അടിക്കേണ്ടത്. പക്ഷെ ആന അത് അപ്പൊ തന്നെ പിന്നെയും ചെയ്യാം. 2 പാപ്പന്മാർ അപ്പുറത്ത് പുറത്ത് ഇതിനെ അടിക്കുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ആയ പറഞ്ഞില്ല, അടിക്കൊരു വാല്യൂ ആണ്. കാരണം വെച്ചാൽ നമ്മള് പഴയ പാപ്പന്മാരൊക്കെ പറഞ്ഞ മാതിരി ഒരു 100 വട്ടം പറഞ്ഞ് ഇങ്ങനെ ഓങ്ങി അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കഥ. എനിക്കൊരു വ്യക്തമായിട്ട് പറയാറില്ല. അതായത് ഇങ്ങനെ ഒറ്റടിക്ക് അടിക്കലല്ല, നമ്മൾ എത്ര വട്ടം പറഞ്ഞ് എത്ര വട്ടം ഓങ്ങി എന്നിട്ടൊക്കെയാണ് അടിക്കല്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അത് നമ്മൾ എല്ലാത്തിനും കണ്ടിനും തൊട്ടിനും പിടിച്ചിനൊക്കെ അടിച്ചു കഴിഞ്ഞാല് അടിക്കൊരു വില ഇല്ലാതെ കാണും. ഇത് വില ആസ്വദിക്കലോ പിന്നെ ഈ അടി കിട്ടുന്നത്. അതെ, ഇപ്പൊ ഇവിടെ വെച്ചിടത്തോളം പറഞ്ഞ ഒരു അടി കിട്ടി പിന്നെ ആനക്ക് വേദനയേക്കാൾ സങ്കടമാണ് ആനക്ക്. ഏത് നമ്മള് തച്ചു ഉള്ളൊരു ഇത്. അതെന്തുകൊണ്ടാണ്, ഞാൻ കാര്യത്തിന് തല്ലുള്ളൂ, അത്രയും ഡേഞ്ചർ സീൻ വരുമ്പോഴേ ഞാൻ തല്ലുള്ളൂ എന്ന് ആനക്കാരാ. മനസ്സിലായില്ലേ? ഈ കാവേരിനെ തല്ലിയിട്ട് അവള് പിണങ്ങി നിന്നിട്ടുണ്ടോ എവിടെയെങ്കിലും വെച്ച്? ഇല്ല, ഞാൻ പറഞ്ഞില്ല, തല്ലി കഴിഞ്ഞാൽ ആൾക്ക് ഇതാണ് പിന്നെ ഭയങ്കര സങ്കടം. രാത്രി പിന്നെ കണ്ടാ പിന്നെ അന്ന് ചിലപ്പോ വെള്ളം കുടിക്കൂല, ഭയങ്കര ഒരു
അത് ഞാൻ പറഞ്ഞില്ല, അത് പുറമക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പൊ നമ്മള് ഓരോരോ ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഇവള് ചെയ്യേണ്ട ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയാ തള്ളു അറിയും. അപ്പൊ അതിന് ചെറിയൊരു ഉദാഹരണങ്ങൾ കണ്ടു. ഞാൻ ഇപ്പൊ നിങ്ങളോട് പറയാണ്, ഈ ഞാനല്ലാതെ നിങ്ങൾ ഉമ്മ വെച്ച പ്രശ്നമാണെന്ന് പറഞ്ഞാല് നിങ്ങൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ വെറുതെ അല്ലേ മനസ്സ് തോന്നും. അതിപ്പോ നിങ്ങൾ ലൈവായിട്ട് കണ്ടു അനുഭവിച്ചറിഞ്ഞു. അതേമാതിരി തന്നെ ഇപ്പൊ നമ്മളോട് റോങ് ആയി കഴിഞ്ഞാല് മറ്റേ ആന വരും എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞു ആന നിങ്ങളെ തൊട്ട ആന വിവരറിയില്ല. ഞങ്ങൾ കഴിഞ്ഞ എറണാകുളത്തൊരു പരിപാടിക്ക് നമ്മളൊരു സുഹൃത്ത് ഇതേമാതിരി ഓടി വന്നായ മൂപ്പര് എന്നെ കെട്ടിപ്പിടിച്ചതാണ്. ആന അതുപോലെ പുല്ല് പറിച്ചാണ് വിട്ടുന്നിട്ട്. ആനന്റെ വിചാരം എന്താണ്, എന്നെ എന്തോ ചെയ്യാച്ചിട്ട് ഓടി വന്നു ആന. മനസ്സിലായില്ലേ? അപ്പൊ ആള് പറഞ്ഞ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ല, അത് നമ്മളിങ്ങനെ ഈ കാര്യങ്ങൾ ആനന്റെ കാര്യങ്ങൾ പറയുമ്പോ ആന അത് ചെയ്യില്ല ഇത് ചെയ്യില്ല. ഞാൻ പറഞ്ഞ ഒരു പട്ടിനെ പൂച്ചിനെയും കൂടി വളർത്താത്ത ആളുകളാണ് ഇതിനെ പറ്റിയൊക്കെ പറയുന്നത്. ആള് ഇനിയിപ്പോ എന്താ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ഇതിന്റെ പിന്നാലെ നടന്ന് ചട്ടം പറയാൻ അതിന് നിൽക്കൂല. നമ്മളിപ്പോ പോയി പറിച്ചാൻ പറഞ്ഞു ആളെ താക്കണ്ട, ആളവിടെ തീറ്റേ. നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരി ഫ്രീഡം കൊടുക്കുക. പിന്നെ ആനകൾ എന്ന് പറയുന്നത് എന്താണ്, ഭക്ഷണം കഴിക്കാൻ മാത്രം ജീവിക്കേണ്ട ഒരു ജീവിയാണ് അല്ലേ. അതിന് നമ്മൾ മുട്ടുവരുത്താതൊക്കെ അച്ഛൻ എന്താ വേണ്ടത് ആനക്ക് വാങ്ങി കൊടുക്കുക. അപ്പം തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ ആനകളൊക്കെ നിൽക്കും. പിന്നെ മെയിനായിട്ട് നമ്മളെ അമ്പലങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം റെസ്റ്റാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഒരു 2 ദിവസമൊക്കെ മുഷിഞ്ഞ് പരിപാടി എടുത്താൽ 3-ാമത്തെ ദിവസം നമുക്ക് തന്നെ ദേഷ്യമില്ലേ കാരണം. നിങ്ങൾക്ക് ഒരു ദിവസം ഉറക്ക് പോയാൽ നിങ്ങളെ വെറുതെ ആരും വിളിച്ചാൽ അപ്പോൾ കൊടുക്കില്ലൊന്നും. അതുപോലെ തന്നെയാണ് അത് ബൽക്കും തന്നെ ഉറക്കം ഒഴിവാക്കിയാൽ ഭയങ്കര മുഷിപ്പുണ്ടാവും. അപ്പൊ ഈ ഉറക്ക് 2-3-4 ദിവസം ഒഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിച്ചോടത്ത് നിൽക്കാതാവും. ഈ അമ്പലത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്കും മര്യാദക്കുള്ള റെസ്റ്റ് ഇല്ല. എന്തായാലും കിടന്നുറങ്ങൂലല്ലോ. ഇപ്പൊ ഇവളൊക്കെ വീട്ടിലേക്ക് കിടക്കുള്ളൂ. പുറത്ത് ഇനിയിപ്പോ ഏത് പരിപാടിക്കോ അല്ലെങ്കിൽ 5 ദിവസം 10 ദിവസം ആയാലും ഇപ്പൊ ആന കിടക്കൂല. അതേമാതിരി പുറത്ത് പോയ ഭക്ഷണം കഴിക്കൂല ആന. കുറേ വൈകും, 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നിന്നിട്ട് ആന ഭക്ഷണം കഴിക്കുള്ളൂ. ഇനിയിപ്പോ വേറെ ഒന്നും ഇനിയിപ്പോ അമ്പലത്തേക്ക് പോയി നോക്കിയാൽ തന്നെ അറിയുള്ളൂ എന്തൊക്കെ ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എത്ര ആയി, 1 വർഷം. ആന 1 വർഷമായിട്ട് ഒരു പരിപാടി ഇതുവരെ എടുത്തിട്ടില്ല. ഞങ്ങളിങ്ങനെ ഏതെങ്കിലും അമ്പലങ്ങളിൽ പോയി തൊഴുത് വരും. എല്ലാ മാസവും പോകും തൊഴാനായിട്ട്. നമ്മള് സുഹൃത്തുണ്ട് സനീഷ്, ഓൻ വരുമ്പോ ഏതെങ്കിലും അമ്പലത്തില് പോവില്ലെന്ന് ചോദിച്ചു വരും. അപ്പൊ പോകും, രാവിലെ കേൾക്കും കുളിപ്പിക്കും പോകും. ശിവരാത്രിക്ക് പോയി ഇപ്പൊ ലാസ്റ്റ്. എല്ലാ വീഡിയോസും തന്നെ ഇടാറുണ്ട്. അത് ചെക്കന്മാരിങ്ങനെ ഏതെങ്കിലും ഒക്കെ എടുത്തിട്ട്. ഇവിടെ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല, ഇവിടെ സ്ഥിരം ആൾക്കാർക്ക് സീരിയല് മാതിരിയാണ്. എന്നും ഇവിടെ എന്തെങ്കിലും കാണണം. കുറെ അമ്മമാരുണ്ട്. ഇവിടെ കൊണ്ട് നമുക്കുള്ള ഒരു മെച്ചം തരും. വീട്ടുകാരെയും കാട്ടി പ്രാർത്ഥനയാണ് പുറത്തെ അമ്മമാരായിരുന്നു. കാവേരിന്റെ അമ്മമാരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. അമ്മമാരും കുട്ടികളുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആരാധകർ. പുഷ്പാഞ്ജലി കഴിപ്പിക്കും നാളും പേരൊക്കെ വെച്ച് അതൊക്കെ ഉണ്ടാവും. അതല്ല ഞാൻ സനീഷ്, പിന്നെ ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ സനീഷാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു ദിവസമൊക്കെ എത്ര ബഡ്ജറ്റ് വരും ഫുഡിന് മാത്രമായിട്ട്? 3500-4000 അടുത്ത് വരും. 1500 വന്നാലും അതിൽ എന്തൊക്കെയാ പട്ട മാത്രമുള്ള? അല്ല, അതിന് ചോറ്, അവില്, പിന്നെ ഞങ്ങൾ ഈ ധാന്യങ്ങളൊക്കെ പൊടിച്ചിട്ട് ചോറിൽ കൊടുക്കും. പിന്നെ മീനെണ്ണ, പിന്നെ പട്ട, അവില്, പട്ട, പുല്ല്, പ്ലാവിൻ്റെ ഇല, അങ്ങനെ നമ്മൾ കൊടുക്കില്ല. നമ്മളൊരു ഫുഡ് മാത്രമല്ല. അതെ. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കണ്ടേ. ചിലപ്പോൾ ഡീസൽ എക്സ്പെൻസ് തന്നെ വരും. കാരണം ചിലപ്പോൾ പട്ട കെട്ടൽ ചില കോട്ടക്കലും അടിയിലൊക്കെ ദൂരം പോയിട്ടേ കാരണം. പിന്നെ ഇതിലെ പട്ടക്ക് പോകണ്ടല്ലോ ചിലവ്. ഇതൊക്കെ ചില മാസങ്ങൾ അതിലാറ് വരും. നമ്മളെന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണമെങ്കിൽ എല്ലാവരും വരും. എന്തെങ്കിലും ട്രീറ്റ്മെന്റ് വേണ്ടി വന്നോ? ട്രീറ്റ്മെന്റ് വന്ന കാലത്ത് കുറെ ഇതാക്കിയിട്ട് കയറ്റി വന്നതല്ലേ. അങ്ങനെ വളരെ മോശമല്ലേ. ഇപ്പൊ നമ്മൾ ഞാൻ പറയാം 6 മാസം കൂടുമ്പോ ഒരു ചെക്കപ്പ് നടത്തും. അതിലെന്തെങ്കിലും കുറവ് വരികയാണെങ്കിൽ ആ മരുന്ന് കൊടുക്കും. പിന്നെ 6 മാസം കൂടുമ്പോ TT അടിക്കും. അങ്ങനെയൊക്കെ പോവും. ചെറിയ ചെറിയ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പാവാണ്. അതായത് കുറച്ച് വാശിയുണ്ട്. കുറച്ച് വാശിയുണ്ടെന്നുള്ളൂ. അല്ലാതെ 36 അത്ര ആള് വേറെ സംഭവമുണ്ട്. ഭദ്രകാളി ആയാൽ പിന്നെ ആള് ചിലപ്പോ ആളെ ബാക്കിയാക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതായത് നമ്മളല്ല, പുറമക്കാരോട് എന്തെങ്കിലും പുറമക്കാരും കയറി പിടിച്ചാലൊക്കെ അത് നമ്മൾ നല്ല കാക്കണം. ഓലോടൊരു ദയ ഉണ്ടാവില്ല. അങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷനിൽ വന്നിട്ടുണ്ടോ പുള്ളിക്കാത്തി? ഇവള് കുറെ ആൾക്കാർ അടിച്ചിട്ടുണ്ട്. അതെപ്പോഴാ? നമ്മളെ മുമ്പത്തെ കുതിരക്കാരനെ ഒരു ദിവസം അടിച്ചിട്ടു. പിന്നെ ഇവരെ കയ്യിൽ കിട്ടും. ഇവര് പിന്നെ ചെല്ലൂല. ഇവരൊക്കെ അടുത്തു കൂടി പോകുമ്പോ ചിലപ്പോ ആരിയിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ പറഞ്ഞില്ല, ഒന്നും ചെയ്തിട്ടൊന്നല്ല. അത് ചിലപ്പോ എന്തേക്കാരെന്ന് അറിയാം, ഇവര് ചിലപ്പോ കുതിരനോടൊക്കെ ചട്ടടിക്കണ്ടായിക്കാരം. ഇത് അവിടെ എവിടെ എന്നൊക്കെ 36 വിചാരം
ആളോടാ വിചാരിച്ചിട്ടുള്ള ഒരു ദേഷ്യക്കാരല്ല. അത് ഇവരൊന്നും എൻ്റെ അടുത്ത് പോലൊന്നുമില്ല. പക്ഷെ ഓല എന്താ അറിയില്ല, ഭയങ്കര ദേഷ്യ. പിന്നെ ഞാൻ പറഞ്ഞില്ല മറ്റേ ആള് എന്റെ കൂടെ വന്ന് മറ്റേ ഈ പറഞ്ഞമാതിരി പഴയ സ്വഭാവങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് പുതിയ ജീവിതത്തിൽ നിൽക്കണം. അത് എല്ലാവർക്കും ഒരു ഓർമ്മ നല്ലതാണ്. ഇത് ചില ആളുകൾ ഞാൻ പറഞ്ഞില്ലേ, ഞാനങ്ങനെ പോകുമ്പോ കാവേരി എല്ലാം വെച്ച് തോണ്ടാനും പിടിച്ചാനൊക്കെ ചെല്ലും. പക്ഷെ കാവേരിന്റെ യഥാർത്ഥ കാവേരി ഇതല്ല. എങ്ങനെയായിരുന്നു യഥാർത്ഥ കാവേരി? കാവേരി ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, കൈവിടലും ഓടലും ചാടലും പ്രശ്നം ഉണ്ടാക്കലും, ഏത് ശരീരം ഇല്ലെങ്കിലും ആന പ്രശ്നം ഉണ്ടാക്കിന്റെ ഒരാളേന്. ഇപ്പൊ അതൊക്കെ വേണ്ടാന്ന് വെച്ച് മറ്റേ മാന്യമായ രീതിയിൽ ജീവിച്ചു പോവാണ്. ഒന്നാമത് പിന്നെ വേറൊന്നുണ്ട്, വേറെ ഒരു പണിയോ ബുദ്ധിമുട്ടോ ചട്ടടിയോ ചെങ്ങല ഒരു പരിപാടി ഇല്ലല്ലോ. ചെങ്ങല ഞാൻ പറഞ്ഞു ഇപ്പൊ കഴിഞ്ഞ അമ്പലത്തിൽ പോയി നിട്ടതാ, പിന്നെ ആ ലോറിന്ന് പ്ലേക്കാർ എടുക്കുന്നുണ്ട്. അല്ലാതെ 34 ഫ്രീ അല്ലേ. അല്ല, കേരളത്തില് ചെങ്ങലിടാത്ത ഒരു കാവേരി മാത്രമേ ഉള്ളൂ. അതിന് വേറെ സംഭവം കേട്ടോ. ഈ ചെങ്ങലിടാത്ത ആനാന്ന് പറയുമ്പോ എല്ലാരും വിചാരിച്ചത് ഒരു പാവായിട്ടാണെന്നാണ്. അതല്ല. ഏത് ആന ഞമ്മക്ക് ഓക്കെയാണ്. ഞാൻ വിളിച്ചു കൊടുത്തിട്ടുണ്ട്, നമ്മള് പറയാതെ പോവില്ല. നമ്മൾ ഇനി ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ പിടിച്ചാൽ നമ്മളെ കൂടെ പോരും, അത്രേ ഉള്ളൂ. അല്ലാതെ ചെങ്ങലില്ലാന്ന് പറയുമ്പോ അങ്ങനെ ഒരു ധാരണ ഉണ്ട് ആൾക്കാരുടെ. ചെങ്ങലില്ലാത്തതുകൊണ്ട് ഇത് പാവാണ്, ആർക്കും വന്ന് പിടിക്കാന്നല്ല. ആള് ഞമ്മക്ക് ഓക്കെയാണ്. അങ്ങനെ ഒരു പറച്ചിലും വന്നിട്ട് ആൾക്കാർ പിടിക്കാറുണ്ടല്ലോ. ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ വേറൊരു ആനന്റെ മറ്റേ വീഡിയോ വന്നപ്പോ അതിലൊക്കെ പറയുന്നുണ്ട് കാവേരിയേക്കാൾ പാവം അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ പറഞ്ഞു നമ്മളോടും കാവേരി പാവാണെന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പൊ കാവേരി ഞാൻ പറഞ്ഞില്ല, കാവേരിന്റെ അടുത്ത് അത്യാവശ്യത്തിലേറെ കയ്യിലിരിപ്പുണ്ട്. പക്ഷെ നോക്കണ്ട, അതായത് കൊണ്ട് നടക്കണ്ടോലോട് പെറ്റമ്മയാണ്. കൊണ്ട് നടക്കണ്ട പോലെ മേത്ത് തൊടാൻ അയക്കൂല, കൊണ്ട് നടക്കണ്ട പോലെ മേത്ത് ഓളും തൊടൂല. എന്ത് മുഷിപ്പായിക്കോട്ടെ വാശി ആയിക്കോട്ടെ, നമ്മളെ ആള് കാക്കും ചെയ്യും, നമ്മളെ മേത്തോള് തൊടൂല, ഒരുത്തനെ കൊണ്ട് തൊടിയിക്കൂല. അത് ഞാൻ പറഞ്ഞില്ല. അതിപ്പോ നമ്മളെ വീടിന്റെ അടിയിലെ കമന്റ് ഇഷ്ടംപോലെ വല്ലുണ്ട്. എന്നെ കൊല്ലും, ഏത് എന്റെ മോനെ കൊല്ലും, അതൊക്കെയാണ് ഓരോരുത്തരെ കമന്റ്. ഇപ്പൊ ഇതാക്കണോ മക്കള് കൊല്ലൂണില്ലേ, ഏത് അവനാന്റെ മക്കള് അന്തനും തള്ളനും കൊല്ലുണ്ട്. അതിന് വലുതൊന്നും ചിലപ്പോ അത് അതൊന്നും നമുക്ക് പറയാനൊന്നും പറ്റില്ല. ഈ ആനച്ചോറ് കൊലച്ചോറ് എന്നൊക്കെ പറയാനുള്ളത്, അത് കൊലച്ചോറെന്നല്ല, അത് കുലച്ചോറ്, ഒരു കുലത്തിന്റെ ചോറ് എന്നാണ്. കുളിയൊക്കെ കഴിഞ്ഞ് കാവേരി നേരെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ ഇവിടുന്ന് കയറി പോകാനായിട്ടൊരു മടിയാണ്. കാരണം വെള്ളത്തിൽ കയറി അവിടെ കിടന്ന് കളിച്ച് കളിയൊക്കെ കഴിഞ്ഞ് കൈ കൊടുത്ത സാധനം കറക്റ്റായിട്ട് കാവേരി കൈ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ പുല്ല് വറുക്കാനുള്ള ത്രില്ലാണ്. കാവേരി ഇത്ര ഫേമസ് ആവാനും ഫാൻസ് കൂടാനുള്ള കാരണം എന്താ വെച്ചാല് ഓളെ ആറ്റിറ്റ്യൂഡാണ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ നിങ്ങളുണ്ടോ, ഇപ്പൊ മറ്റുള്ള ആനയാണ് നമ്മള് പിന്നാലെ നടന്നുകൊണ്ട് നമ്മള് ചട്ടടിക്കണം ഇതാക്കണം. ഇത് നമ്മള് മുന്നിൽ പോയാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വേറെ ആരും കയറി ചെല്ലോ നോക്കിയാൽ മതി. അല്ലാതെ ആനപ്പോ നമ്മൾ ഇനിയിപ്പോ കിണറ്റി ചാടിയാലോ നമ്മളെ പിന്നാലെ ആള് അതെ വരും. അല്ലാതെ നമ്മളെ കൈവിട്ട് പോവാ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവര് വേറെ ആൾക്കാർ ആന എങ്ങനെ ഫേമസ് ആവുമെന്നും ചോദിച്ചു നടന്നല്ലോ. ഫെയിം കുറവുള്ള ആനകളാണോ അതേ ഫെയിം ഉണ്ടായിട്ട് വീണ്ടും കൂട്ടാൻ വേണ്ടിട്ടുള്ളവരാണോ? അല്ല, അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇത്ര ഫാൻസും ഇത് ആനക്ക് പല ജാതി ഗിഫ്റ്റ് വരുന്നു. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മള് കാവേരി എന്ത് പരിപാടിക്ക് പോകണോ അവിടെ ഫുള്ള് കാവേരിന്റെ ഒപ്പമാണ് ആൾക്കാർ. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ മോള് സെറ്റപ്പ് ആണെന്നല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. അതുപോലെ സെറ്റാക്കി മാറ്റാനാണ് ഓരോരുത്തർ. പിന്നെ വേറെ നമ്മുടെ കാവേരിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് കേരളത്തിൽ ഒരു പണിക്കും പോകാത്ത ആന കാവേരി ഉണ്ടാവില്ല. എനിക്ക് എന്തായാലും ഉറപ്പാ. ശരിയാ. അതായത് മറ്റുള്ള ആനകള് അവരെ പോറ്റലും ബാക്കി കുടുംബം പോറ്റലും ആന പോറ്റണം. ഇത് നേരെ തിരിച്ചാണ്, ഞാൻ പോറ്റണം ഓളെ. ഞങ്ങള് കേട്ടുവിട്ടോ പോട്ടെ ഞങ്ങൾ അധ്വാനിച്ചിട്ട് വേണം ആനെ പോറ്റാൻ. ശരിക്കും നീ എങ്ങനെയാ ഈ കാവേരിക്കുള്ള ചെലവ് കണ്ടെത്തണേ? നമ്മളെന്താ വെച്ചാല് നമ്മളെ ബിസിനസ് തന്നെയാണ്. അതിലെന്താ സംഭവം വെച്ചാല് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ആൾക്കാർ പറയും, ഇപ്പൊ ഞാൻ തന്നെ കണ്ടുകൊണ്ട് വീഡിയോന്റെ അടിയിൽ എനിക്ക് കള്ളക്കടത്താണ് ഇത്ര പൈസക്ക് വേണ്ടി എനിക്ക് കള്ളക്കടത്താണ്, അല്ലാതൊന്നും ഇത് കൊണ്ടെടുക്കൂല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാല് ഞാൻ ചിലപ്പോ എനിക്കും വേണ്ടിട്ട് ഞാൻ ചിലപ്പോ ഒന്നും വാങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ ഡ്രസ്സിങ്ങിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എന്തേലും പിന്നെ ബാക്കിയുള്ളവന്മാര് ഞാന് വെൽ സെറ്റപ്പിലൊന്നും ഞാൻ ഇറങ്ങലില്ല. ഞാൻ തിന്നിട്ടില്ലെങ്കിലും ഇവൽക്ക് വാങ്ങും.
മനസ്സിലായോ? വീട്ടില് കൊച്ചിന് മേടിച്ചില്ലെങ്കിൽ നീ അതെ അതെ. ഇന്റെ അടുത്ത് കോടിക്കണക്കിന് ഉറുപ്പ്യ ഉണ്ടായിട്ടല്ല, ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ച് മെല്ലെ 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 വാങ്ങിയിട്ടാണ്. ഏത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചെറുപ്പം തൊട്ടേ എന്താ വെച്ചാല് പാപ്പാന്ന് പറയേണ്ടത് ഞങ്ങൾ സ്കൂൾ പൂട്ടിനൊക്കെ അപ്പളെ കടി കൊണ്ടിടും. അപ്പോ അന്ന് തൊട്ടേ ഞങ്ങൾക്ക് ശമ്പളം ഉണ്ട്. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ അന്ന് തൊട്ട് എന്ത് ചെയ്യും, ഇപ്പോ അന്ന് നമുക്ക് വാങ്ങാൻ കഴിയുന്ന എന്താ വെച്ചാല് പശുവോ ആടോ കാറോ ഒക്കെ ആണെങ്കിൽ അതിപ്പോ അടുത്ത കൊല്ലം വാങ്ങാനുള്ള ഇപ്പൊ തന്നെ അതിന് ഒരു കൂട്ടി വെക്കും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരുക്കി വാങ്ങി കൂട്ടിയതാണ് ഇതൊക്കെ. അല്ലാതെ കോടിക്കണക്കിന് റുപ്യ ഓടിച്ചൊന്നും വാങ്ങിയല്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് 1-2 കൊല്ലം ഒരു 10 രൂപ കൊല്ലായി ഈ പണി തുടങ്ങിയിട്ട്. ശരിക്കും നീ എത്ര രൂപയ്ക്കാ കാവേരിനെ മേടിച്ചേ? അത് വില ഞാൻ പറയണില്ല, എന്നാലൊരു തെറ്റില്ലാത്തൊരു മോഡൽ ബെൻസ് കാറിന്റെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഏകദേശം അത് ഞാൻ പറഞ്ഞില്ല, അത് അങ്ങനെ ഇരിക്കണം നല്ലത്. ഞാൻ പറഞ്ഞില്ല നമ്മളെ വാ 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 നമ്മളെ ഞാൻ പറഞ്ഞ ഇതൊക്കെ. പിന്നെ ഇവിടെ അന്ന് ഞാൻ പറഞ്ഞില്ല, അന്ന് ഒരാൾക്കും വേണ്ട, കാവേരിന് ഒരാൾക്കും വേണ്ട, വലിച്ചെറിഞ്ഞ രീതിയിലുള്ള ഒരു ആനയാണ് ഇത്. ഇപ്പൊ എന്നോട് ഓരോരുത്തർ എത്ര തരാന്നൊക്കെ പറഞ്ഞിട്ട് വരും. വിട്ടുപോക്കോളാൻ പറയും. അത് ഞാൻ പറഞ്ഞില്ല, എന്റെ ബാക്കി എന്ത് കൊടുത്താലും കാവേരിന് തൊട്ടുള്ള കളിയില്ല. ഞാൻ മാത്രല്ല 30 സമ്മതിക്കൂലല്ലോ. ഇനി നിന്നോട്ട് പോകില്ലോ ആള് ഞാൻ പറഞ്ഞില്ല, അതിപ്പോ ഞാനും ഓളുള്ളത് അത് ഞങ്ങക്ക് രണ്ടാക്കും എല്ലാവരും ഉള്ളു. ഓടി വാണ്ടി നിങ്ങൾ തമ്മിലുള്ള ഒരു അതില് ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി നമ്മള് ഒരു 10 ആള് പോവാണ്. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ നടന്നു പോവാണ്. ഇപ്പൊ പെട്ടെന്ന് ഇന്ന ആരെയും അറ്റാക്ക് ചെയ്തു, നിങ്ങൾ ചിലപ്പോ ഓടും. 30 ഇനിയും കൊണ്ടേ പോവുള്ളൂ. അത്രേ ഉള്ളൂ. അതെ, അതാണ് ഞാനും കാവേരി ഉള്ളത്. ശരിക്കും പറഞ്ഞ ഇങ്ങനെയുള്ള ഇത് ചെയ്യുമ്പോഴേ പള്ളിന്നൊക്കെ എതിർപ്പ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ അമ്പലത്തിൽ പോകണ്ടും അങ്ങനത്തെ ഒരു വിഷയം ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഗുരുവായൂര്, ചോറ്റാനിക്കര, വടക്കുനാഥൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമ്പലമാണ് വടക്കുനാഥൻ. വടക്കുനാഥനിൽ എന്ത് പരിപാടിയിട്ടാണ് ഞാൻ എടുക്കും, എപ്പോഴും എടുക്കും ഞാൻ. പ്രാവശ്യം പിന്നെ വടക്കുനാഥനിൽ നമ്മൾ പരിപാടി കിട്ടിയിട്ടില്ല. അപ്പൊ വടക്കുനാഥനിൽ എപ്പോഴും നമ്മൾ എടുക്കും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പള്ളിയിൽ നിന്നായാലും അമ്പലത്തിൽ നിന്നായാലും ഓടുന്നായാലും ഇതുവരെ നമ്മളൊരു വേർതിരിച്ച് കാണുക അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിട്ടില്ല. അല്ല, എന്തായാലും ചോദിക്കാന്ന് വെച്ചാലേ വീട്ടിൽ കുറെ പട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, അത് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇതുവരെ ഉണ്ടായില്ല. എന്റെ നാട്ടുകാരും വീട്ടുകാരും ഇതുവരെ അങ്ങനെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, പള്ളിക്കെന്നായാലും ഇതിനായാലും. പക്ഷെ പുറമുള്ള ആളുകൾക്ക് ഭയങ്കര കടിയാണ്. അതായത് ഈ ഫേസ്ബുക്കിലൊക്കെ കമന്റ് നരകത്തിന് അവകാശം വെറുതെ അതൊക്കെ അവനവന്റെ മനസ്സ് നന്നായാല് അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മള് ആൾക്കാരുടെ ഇടയിൽ നല്ലവനായി അഭിനയിച്ചിട്ട് അതൊന്നും കാര്യമില്ല. നമ്മളെ മനസ്സ് നന്നായി നമ്മൾ നന്നാവും, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇതന്നെ കണ്ടില്ല നിങ്ങള്, നമ്മളിപ്പോ ആനോട് ലോറി കയറാൻ പറഞ്ഞോ? ഇല്ല. അതാണ് കാവേരി, അത് ഒന്ന് ഓള് കയറി. മറ്റേത് എന്തായാലും ഒന്ന് പിന്നാലെ നിന്ന് കയറാനെ ഈ വീട്ടിക്കാന്ന് പറയാം. ആള് കയറി നേരെ വീട്ടിൽ ചെല്ലാം, അവിടെ ഇറക്കുക, ചോറ് കൊടുക്കുക, നേരെ മേളില് വീട്ടിലേക്ക് പോകും. നോമ്പുള്ളതല്ലേ.